മനസ്സിലായില്ല. ഇത്രയും വർഷക്കാലം ഈ ഹോട്ടലിൽ നിങ്ങൾ മാനേജറായിട്ടും ഞാൻ സെക്യൂരിറ്റിക്കാരനായും ജോലി ചെയ്തിട്ട് എന്നെ മനസ്സിലായില്ലെന്നോ? താൻ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കസേര കയറി ഇരിക്കാറില്ലല്ലോ. കാലം മാറുകയല്ലേ. എഴുതാക്കടോ. ഇവിടെ സെക്യൂരിറ്റിക്കാരനായി തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാളിനോടാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആജ്ഞാപിക്കാം. അങ്ങനെ അല്ലാത്ത പക്ഷം ഇങ്ങനെ സംസാരിച്ചാൽ ഭാവിയിലെ നല്ലൊരു കസ്റ്റമറിനെ ആയിരിക്കും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. താൻ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ഇവിടുത്തെ 13 സ്യൂട്ട് റൂം ഉണ്ടല്ലോ, തിങ്കളാഴ്ച മുതൽ 10 ദിവസത്തേക്ക് അതെന്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടേക്ക്. ഫാമിലിയുമായിട്ട് ഞാൻ വരും. ഒരു സെക്യൂരിറ്റി, ഒരു റൂം ബോയ്, ഫുൾ ടൈം മുറിയുടെ വാതിൽക്കൽ കാണണം. ഞങ്ങളുടെ ഏതാവശ്യത്തിനും ഓടിയെത്താൻ. അതിന്റെ പൈസ ഞാൻ വേറെ തരും. ഗുഡ് ബൈ. അശോകൻ സാർ എന്താണ് ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ? മൈഥിലി. ഹായ് സർ, ഹാർട്ടി വെൽക്കം. വരൂ സർ, പ്രേം ക്യാബിനിലുണ്ട്. വിളിച്ചിരുന്നെങ്കിൽ വണ്ടി അയക്കുമായിരുന്നല്ലോ. അക്കാര്യം ഞാൻ ആലോചിച്ചില്ല. സർ എവിടെയാ താമസം? തോട്ടക്കാട്. ഓ, വരൂ സർ. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കൂ. നമുക്ക് രജിസ്ട്രേഷൻ ഇന്ന് വെച്ചാലോ? ചെയർമാൻ US-ലാണ്. 10 ദിവസം കഴിഞ്ഞേ വരൂ. വന്നാലുടൻ. 10 ദിവസമോ? അതെങ്ങനെ ശരിയാവും? എന്താ സാർ? നിങ്ങൾ എനിക്ക് കാർഡ് തന്നു, ഓഫീസിൽ വരണമെന്ന് പറഞ്ഞു, ഞാനിതാ വന്നിരിക്കുന്നു. വരുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ നടക്കുമെന്നാണല്ലോ ഞാൻ വിചാരിക്കുന്നത്. ഇത് വിശ്വസിച്ച് ജോലി വിട്ടു. നല്ലൊരു വീട് കണ്ടുവച്ചു. ഇന്ന് അഡ്വാൻസ് കൊടുക്കാമെന്ന് വാക്കും കൊടുത്തു. ഡേറ്റിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം എടുത്തിരുന്നില്ലല്ലോ സർ. ചെയർമാൻ അമേരിക്ക പോവാണെന്ന് നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ഭാര്യയോടും മക്കളോടും കുറേ പൈസയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. എൻ്റെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാക്കിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാർ, അതൊരു 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസം പോയി. 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞാലോ 20 ദിവസം കഴിയട്ടെ എന്ന്. സാർ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഇത് ഞങ്ങളുടെ ആവശ്യമല്ലേ. എന്നാലൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു 20 ലക്ഷം രൂപയെങ്കിലാ. അത്രയും വേണം എനിക്ക് അവിടെ ഇവിടെയൊക്കെ അഡ്വാൻസ് കൊടുക്കാൻ. അത്രയും ഇപ്പം തരാൻ പ്രയാസമാണ് സാർ. എത്ര തരാൻ പറ്റും? മാക്സിമം ഒരു 2 lakhs ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയേക്കും സാർ. അപ്പം അഡ്വാൻസ് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും അത് തരൂ, മറ്റാവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വീടിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വില്ലകളൊക്കെ ഉള്ളതല്ലേ? തൽക്കാലം അതിലൊരെണ്ണത്തിൽ ഞാനങ്ങ് താമസിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടാണ് സാർ. എന്താ നിങ്ങളുടെ കയ്യിൽ പണി കഴിഞ്ഞ വില്ലകളൊന്നും സ്റ്റോക്കില്ലേ? അതുകൊണ്ടല്ല, അത് മിസ്റ്റർ അശോകൻ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ഥലത്തിന് മേൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നത്. അത് കമ്പനിയുടെ സത്യസന്ധത. നിങ്ങൾ ഇത് അറിയിച്ചില്ല എന്ന് വെച്ചു. ഒരു ഈച്ച പോലും അറിയാതെ കമ്പനിക്ക് ഈ സ്ഥലം പൊസസ് ചെയ്യാമായിരുന്നു. ഉടമസ്ഥൻ സൈൻ ചെയ്ത സെയിൽ അഗ്രിമെന്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒരു കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാകാനില്ല. നിങ്ങൾ ഈ സെയിൽ അഗ്രിമെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു സാധനം യഥാർത്ഥത്തിലുണ്ടോ? അതൊന്നും സാർ അങ്ങനെ പറഞ്ഞത് അല്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. മൈഥിലി, ഗെറ്റ് മീ ദ ഡോഗ്സ്. സർ, ഇതാണ് ഇന്ദിര മാഡം സൈൻ ചെയ്ത വിൽപ്പന കരാർ. ഓ, 2 കോടി കൊടുത്തു എന്നുള്ളതിന്റെ ഏക തെളിവല്ലേ ഇത്? അതെ. കൈയെടുക്ക്. ഇല്ലെങ്കിൽ ഈ കരാർ പത്രം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒപ്പിട്ടാലല്ലേ രജിസ്ട്രേഷൻ നടക്കൂ. കൈയെടുക്ക്. ഇത് കീറിക്കളഞ്ഞത് എന്തിനാണെന്ന് ഇനി പറയാം. ഇത്രയും പ്രോജക്റ്റുകൾ ചെയ്യുന്ന ഒരു കമ്പനി എനിക്ക് താമസിക്കാൻ ഒരു വില്ല ശരിയാക്കി തരില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ എത്ര പെട്ടെന്ന് നടക്കുന്നോ അതനുസരിച്ചായിരിക്കും തുടർന്നുള്ള എൻ്റെ സഹകരണം.
എവിടെ? ശോ, അമ്മേ, എന്റെ ഉടുപ്പി ഫ്രിഡ്ജിൽ കാണുന്നില്ല. എന്താ? എന്റെ ഉടുപ്പി ഫ്രിഡ്ജിൽ ഇല്ലെന്ന്. ഉടുപ്പ് ഫ്രിഡ്ജിലോ? അലമാര ദ്രവിച്ചത് പിന്നെ ഫ്രിഡ്ജാണല്ലോ അലമാര. ഇതിപ്പോ പണ്ടേ കേടായതുകൊണ്ട് സൗകര്യായി. ഇതിനെ പറ്റിയൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇരിക്ക്. 3 പേരും തുറന്ന് പറയണം, നിങ്ങൾക്ക് ഈ ലളിത ജീവിതം യഥാർത്ഥത്തിൽ ഇഷ്ടമാണോ അല്ലയോ? ചെറുപ്പം തൊട്ട് പ്രത്യയശാസ്ത്രപരമായും മനുഷ്യത്വപരമായും മാത്രം ചിന്തിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഈ സമ്പത്ത്, ആർഭാടം ഇതിനോടൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങളെയും ലളിത ജീവിതത്തിന് നിർബന്ധിച്ചത്. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാഞ്ഞത് തെറ്റായിപ്പോയി എന്ന്. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ഈ ലളിത ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ? ലളിത ജീവിതം എന്ന് പറഞ്ഞാലേ കീറിയ ഉടുപ്പ്, പൊട്ടിയ കണ്ണാടി, തേഞ്ഞ ബ്രഷ്, കാലുപോയ കസേര. മറ്റേ ജീവിതം എന്ന് പറഞ്ഞാൽ കാറ്, എയർ കണ്ടീഷൻ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഇതിലേത് ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ആഗ്രഹിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ ആഗ്രഹമുണ്ട്. പിന്നല്ലാതെ ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അശോകേട്ടനല്ലാതെ? അച്ഛാ, എന്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രമേ സ്വർണ്ണ കമ്മലില്ലാതെ ഉള്ളൂ. ഒരു TV പോലും ഇല്ലാത്തോണ്ട് അച്ഛാ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് വിളിക്കാത്തത്. ഇക്കാര്യത്തെ കുറിച്ചൊക്കെ നിങ്ങളോട് ചോദിക്കാതിരുന്നതിൽ എനിക്കിപ്പോ വലിയ കുറ്റബോധം തോന്നുകയാണ്. ഏതായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ലളിത ജീവിത തത്വശാസ്ത്രം ഉപേക്ഷിക്കുന്നു. വേദനയോടെയെങ്കിലും ഇന്നു മുതൽ ഞാൻ പണക്കാരനാവുകയാണ്. നമ്മൾ ഈ വീട് ഉപേക്ഷിക്കുന്നു. ഇനിയുള്ള നമ്മുടെ ജീവിതം വലിയൊരു ബംഗ്ലാവിലായിരിക്കും. ഇനി ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ കാറിൽ കയറാൻ വരുമ്പോൾ ഡോർ തുറന്നു പിടിച്ച് ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെയാ? അതെ. ഞാൻ കേറി കഴിഞ്ഞാൽ വണ്ടി എടുക്കാം. അന്നേരം നീ വരാവോ? നീ വരാം. സാർ, ബാക്കിയെല്ലാം ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇതൊരു കടന്ന കൈയായി പോയി. ഏത്? ഈ യൂണിഫോം. യൂണിഫോമിന് എന്താ കുഴപ്പം? ലോകത്ത് ആരെങ്കിലും ഈ കോമാളി വേഷം ഇടുവോ സാർ? എന്ന് വെച്ചാൽ നേരത്തെ ഇതിട്ടവരൊക്കെ കോമാളികളാണെന്നാണ് താൻ ഉദ്ദേശിച്ചത്? നേരത്തെ ഇതിട്ടവരെ കുറിച്ചൊന്നും എനിക്കറിയില്ല സാർ. ദയവേത് എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം. നടക്കില്ല. ദിവസവും ഈ വേഷത്തിൽ തന്നെ എനിക്ക് കാണണം. എന്നാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവും. അതെന്തും മനസ്സമാധാനമാണോ? അച്ഛാ, അച്ഛൻ എന്നാ അർദ്ധരാത്രിക്ക് കൊട പിടിച്ചത്? എന്ത്? അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന പുത്തൻ പണക്കാരനാണ് അച്ഛനെന്ന് എന്റെ ഫ്രണ്ട് ദീപക് പറഞ്ഞല്ലോ. അവന്റെ തന്ത. അതെ, അവന്റെ അച്ഛൻ പറഞ്ഞത് അവൻ കേട്ടതാ. എങ്കിൽ അവന്റെ അച്ഛന്റെയും തന്ത. നിന്നെ എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് ഞാൻ മാറ്റും. ഇന്ന് ഉച്ചക്ക് എന്തൊക്കെയാണ് ഭക്ഷണം? കാളന് എരിശ്ശേരി ഉണ്ട്, നെയ്മീൻ കറി വെച്ചതും പൊരിച്ചതും ഉണ്ട്, പിന്നെ ചിക്കൻ. ഇതൊക്കെ ഉള്ളൂ. പറഞ്ഞിട്ടെന്ത് കാര്യം? നായ നടുക്കട്ടിലെത്തിയാലും നക്കിയെ കുടിക്കൂ. ഏത് നായ അച്ഛാ? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. പണമുണ്ടായതുകൊണ്ട് മാത്രം നല്ല ഫുഡ് ഉണ്ടാവില്ല. അത് ഉണ്ടാക്കാൻ അറിയാൻ കൂടി വേണമല്ലോ. നീ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും കുക്കിംഗ് ക്ലാസ്സിൽ പോയി ചേര്. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിച്ചതല്ലേ? അതൊക്കെ ഇവിടെയും വേണം. അതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരറിഞ്ഞു? എക്സ്പേർട്ട് ഒരു കുക്കിനെ വെക്കുക നിവൃത്തിയുള്ളെന്നാ തോന്നുന്നത്. ഹലോ, അശോക് ജി ഹിയർ. പ്രേം. ഓ, ചെയർമാൻ വന്നു അല്ലേ? വന്നോട്ടെ. എനിക്ക് രജിസ്ട്രേഷൻ ഒരു മൂഡ് കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് വിളിക്കാം. പിന്നൊരു കാര്യം, എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തരുത് കേട്ടോ. പിന്നെ പ്രേം, എനിക്ക് എക്സ്പെർട്ട് ഒരു കുക്കിനെ വേണമല്ലോ. ചൈനീസും കോണ്ടിനെന്റലും ഒക്കെ നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സ്റ്റാർ കുക്കിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കൂ. ഓക്കെ? ഒറ്റയടിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അന്വേഷിക്കൂ. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചാലല്ലേ നന്നായി രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ പറ്റൂ. എല്ലാം റെഡിയാക്കിട്ട് എന്നെ വിളിക്കൂ. ഓക്കെ? ഇനി ഇങ്ങനൊന്നും പറയണ്ട അശോകേട്ടാ. എന്താ ഇതൊക്കെ? എവിടുന്ന് ഇത്രയധികം പണം? ഇന്നലെ ടാറ്റയുടെ കയ്യിലുണ്ടായിരുന്ന പണം ഇന്ന് നിന്റെ കയ്യിൽ വരും. നാളെ അത് എൻ്റെ കയ്യിലും വരും. ഭാഗ്യം വന്നു കഴിഞ്ഞു. ഇനി വേണ്ടത് ബുദ്ധി ഉപയോഗിച്ചുള്ള കളിയാണ്. ആ കളി വിജയിച്ചാൽ നമ്മൾ ഇവിടെയല്ല,
ഇതിനേക്കാൾ എത്രയോ ഉയരത്തിലായിരിക്കും എത്തുന്നത്.